CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിലുണ്ടാകും. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോൾ പകരം മന്ത്രി വേണോ അതോ മറ്റാർക്കെങ്കിലും ചുമതല നൽകണമോ എന്നതും ചർച്ചയാകും. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ, തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഇടത് കേന്ദ്രങ്ങളിലടക്കം വലിയ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുക എന്ന് തന്നെയായിരിക്കുമല്ലേ യോഗത്തിലെ പ്രധാന അജണ്ട? അതുതന്നെയാണ് ദിവ്യ. ഈ വലിയ തോൽവി 2019 സമാനമായ രീതിയിലുള്ള വലിയ തോൽവിയാണ് ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. അതിൻ്റെ വിലയിരുത്തലുകളിലേക്ക് CPM നേതൃത്വം കടക്കുകയാണ്. ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമേ ഇന്ന് ഉണ്ടാവുകയുള്ളൂ. കാരണം എല്ലാ വെള്ളിയാഴ്ചയും ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തന്നെയാണ് ഇന്നും ചേരുന്നത്. തെരഞ്ഞെടുപ്പിലെ തോൽവി ആയതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി അത് വരും. എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക, അതിന് തിരുത്തൽ നടപടികൾ ഉണ്ടാവുക. അതിപ്പോഴുണ്ടാവില്ല, ഇന്നത്തെ ദിവസം ഉണ്ടാവില്ല. അത് 16-ാം തീയതി മുതൽ 20-ാം തീയതി ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളുണ്ട്. അതിലായിരിക്കും തിരുത്തൽ നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ, അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു പ്രതികരണവും ഇന്നുണ്ടാകും. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി അത് കൂടുതൽ ശക്തരായ ആൾക്കാർ, കേന്ദ്രത്തിൽ കൂടുതൽ ശക്തരായ ആൾക്കാർ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തത് എന്ന വിലയിരുത്തലാണ് നേതാക്കന്മാർക്കുള്ളത്. അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന പരസ്യമായ തുറന്ന സമ്മതത്തിലേക്ക് എന്തായാലും CPM നേതൃത്വം പോകില്ല. പക്ഷേ തിരുത്തലുകൾ ഉണ്ടാകും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ആലോചനകൾ പാർട്ടി തലത്തിൽ ഉണ്ടാകും. അത് ഇന്നുണ്ടാവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 16-ാം തീയതി മുതൽ നടക്കുന്ന യോഗങ്ങളിലേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചതോടുകൂടി അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും. അത് എന്ന് രാജിവെക്കണമെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 10-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി പുതിയ മന്ത്രി വേണമോ അതോ പകരം ചുമതല ആർക്കെങ്കിലും നൽകിയാൽ മതിയോ, നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പുതിയ മന്ത്രി മതിയോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്നൊരു ആലോചന എന്തായാലും നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസ്ഥാനത്തേക്ക് ഒരു മുതിർന്ന നേതാവിനെ കൊണ്ടുവരാനുള്ള ആലോചനകൾ ഇപ്പോൾ പാർട്ടി തലത്തിൽ നടക്കുന്നുണ്ട്. യുവാവിനെ പരിഗണിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ മുതിർന്ന നേതാവ് എന്ന നിലയിൽ മാനന്തവാടി MLA OR കേളുവിനെ പാർട്ടി സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം ആകുന്ന ആദ്യത്തെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് OR കേളു. അതുപോലെ തന്നെ CPMന്റെ വർഗ ബഹുജന സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ ചുമതലയുള്ള ആളാണ് OR കേളു. അദ്ദേഹം 2016 അന്ന് മന്ത്രിയായിരുന്ന, UDF സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് മാനന്തവാടിയിൽ നിന്ന് അദ്ദേഹം MLA ആയി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് ചില പേരുകൾ കൂടി പരിഗണനയിലുണ്ട്. പക്ഷേ കേളുവിനാണ് കൂടുതൽ സാധ്യത. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിനാണ് കൂടുതൽ സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ തീരുമാനം ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിലൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്തായാലും ഉച്ചയോടുകൂടി അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകും. ദിവ്യ.